മൂന്നാഴ്ചയിലധികം പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഇനി ഇങ്ങനെ വിശ്രമമാണോ? വിശ്രമമല്ല, നമ്മൾ ഒരു 5 കൊല്ലം നല്ലപോലെ വിശ്രമത്തിലായിരുന്നു. 5 കൊല്ലത്തിൻ്റെ പ്രേരണ, നമ്മളോടൊപ്പം നിന്നിട്ടുള്ളവർ, സഹായിച്ചിട്ടുള്ളവരുടെ എല്ലാം അഭിപ്രായങ്ങൾ മാനിച്ചാണ് ഞങ്ങൾ കുറേ പേര് BJP-യിലേക്ക് നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ആ ജോലികൾ ഇപ്പം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം നേരത്തെ ഞങ്ങൾ തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്രമമൊന്നുമില്ല, സജീവമാവും. ഏതായാലും കുടുംബസമേതം പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. കണ്ടു മകളടക്കം വലിയ രീതിയിൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു അല്ലേ? തീർച്ചയായും. അത് അവർക്കൊരു പുതിയ അനുഭവം അല്ലല്ലോ. അവർ ദീർഘകാലമായി എല്ലാ സമയത്തും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് ഉണ്ടാകാറുണ്ട്. മക്കളും അങ്ങനെ ഉണ്ട്. പിന്നെ മൂത്തയാൾ കെട്ടിച്ചു വിട്ടത് കൊണ്ടാണ് അങ്ങനെ. മരുമകനും അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. ശങ്കരൻകോവിൽ മണ്ഡലത്തിൽ അണ്ണാ-DMK-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അവിടെ നിന്നുണ്ട്. അതാണ്. ഏതായാലും അങ്ങോട്ടും പ്രചരണ രംഗത്തൊക്കെ പോകും അല്ലേ? ഇപ്പോൾ നമ്മുടെ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഒരു റൗണ്ട് പോയിട്ട് പ്രവർത്തകരെ ഒന്ന് കണ്ടിട്ട് അതിനുശേഷം ഒരു 15-ാം തീയതിക്കുള്ളിൽ ശങ്കരൻകോവിൽ പോകും. അവിടെ 23-നാണ് തെരഞ്ഞെടുപ്പ്. അവിടെയും അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഏതായാലും ഈ മണ്ഡലങ്ങളിൽ പ്രചാരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ആളുകൾ എന്താണ് അങ്ങോട്ട് ഒരു ആവശ്യം ഉന്നയിച്ചത്? പലരും പറഞ്ഞു, ഞങ്ങളെ ഇടയ്ക്ക് വിട്ടു അല്ലേ എന്ന് ചോദിച്ചു. പലരും പറഞ്ഞു, രാഷ്ട്രീയത്തിൽ ഇന്ന രാഷ്ട്രീയമാണ് എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൂല്യം, ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, മൂല്യമുള്ളതിനെ അനുകൂലമാക്കിയിട്ടും മൂല്യത്തിന് വില കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ പ്രവർത്തന രംഗത്ത് സജീവമാകണം എന്നാണ് പറഞ്ഞത്. അപ്പം 5 കൊല്ലം വെറുതെ ഇരുന്നു, ഞങ്ങളെ വിട്ടു, ആരും ഇല്ലാത്ത നിലയിലായി. ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ ആളില്ല. ജനങ്ങളെ മനസ്സിലാക്കുന്ന നിലയിലേക്ക് പ്രവർത്തകർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും തീരെ കുറവാണ് എന്നാണ് ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ അവരെ സമീപിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എന്താ പറയുക, അറിവ്, റീഡിങ്, മനസ്സിലാക്കാൻ പറ്റിയത്. അതാണ്. എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഒരു പ്രതീക്ഷ? ഈ പാർട്ടിയിൽ പ്രവേശിച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. തെരഞ്ഞെടുപ്പ് ജോലി 15 ദിവസമേ ചെയ്തുള്ളൂ. 15 ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് 3 മാസവും 6 മാസത്തിന് മുമ്പേ തെരഞ്ഞെടുപ്പ് ജോലി തുടങ്ങിയവരെക്കാളും മെച്ചപ്പെട്ട സ്ഥിതി കാണും. കാരണം LDF-ഉം UDF-നും ഒരു അടിത്തറയുണ്ട്. ഇത് BJP എന്നുണ്ട്, പക്ഷേ അവരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് പ്രവർത്തനത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അവർക്ക് എത്രത്തോളം ചെയ്യാമെന്ന്. പക്ഷെ അതിനെ അപ്പുറത്തേക്ക് അതിജീവിച്ചു കൊണ്ടുള്ള മറ്റൊരു വലിയ ജോലി ചെയ്താൽ തെരഞ്ഞെടുപ്പിൻ്റെ ജോലിയാവും. എല്ലാം കുറ്റമറ്റതായി ചെയ്തു എന്നുള്ള അഭിപ്രായമില്ല, പരമാവധി അങ്ങ് എത്തിച്ചു. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നിരാശ ഉണ്ടായിരുന്നു, മത്സരിക്കാം എന്നുള്ള നിരാശയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി ആളുകളുമായി ഇടപഴകി വന്നപ്പോൾ നേരിട്ട് പ്രവർത്തിച്ചവരുണ്ട്, അല്ലാതെ പ്രവർത്തിച്ചവരുണ്ട്, മറ്റ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നും പ്രവർത്തിച്ചവരുണ്ട്. അവരാണ് ഈ പറഞ്ഞത് മൂല്യം. അവരെല്ലാം പ്രവർത്തിക്കുന്നത് പൊതുജന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എത്ര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും ഒരു താല്പര്യമുള്ളൂ, പൊതു താല്പര്യം. അതിനെ ആളുകൾ കുറവേ കാണുള്ളൂ. അതുകൊണ്ട് ആ നിലയ്ക്ക് നല്ലപോലെ മെച്ചപ്പെട്ടു. ഉദ്ദേശിച്ചതിൽ നിന്നും ഒരു 100, 200, 300% മേളിൽ, എനിക്ക് തോന്നുന്നത് ഒരു 500% മേളിലേക്ക് ഉള്ള 5 ഇരട്ടി നമുക്ക് പ്രതീക്ഷിച്ചതിൽ നിന്നും ഉയരാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ അടിമാലി ബ്ലോക്ക് ഏരിയയിൽ ഇവിടെ ചലനമുണ്ടായതുപോലെ അവിടെ ചലനമുണ്ടായി എന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായ ചലനത്തിനേക്കാൾ മെച്ചപ്പെട്ട വോട്ട് അവിടെ ഉണ്ട്. അതിനെ BJP ആണ്, താമരയാണ്, എന്നാൽ അതിനേക്കാൾ ഉപരി രാജേന്ദ്രനാണ്. അപ്പം അങ്ങനെ ചില സംശയങ്ങൾ സഭയുടെ ഇടയ്ക്കുണ്ടെങ്കിലും അത് സാരമില്ല, നമുക്കത് തൊട്ടുകൂടായ്മ ഉള്ളതൊന്നുമല്ല. രാജേന്ദ്രനുണ്ട്,
നേരത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അനുകൂല സാഹചര്യം അവിടെ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെക്കാളും വിജയ സാധ്യത കൂടുതലാണ്. നേരത്തെ ഇടയ്ക്ക് വന്നപ്പോൾ വിജയിക്കാം എന്നുള്ള തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കിട്ടിയ വാർത്തകളും ഇന്നലത്തെ അനുഭവവും കണ്ടിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണാർത്ഥം സ്വീകരണ യോഗങ്ങൾ, മറ്റ് കോർണർ മീറ്റിങ്ങുകളെല്ലാം പോയ സമയത്ത് നമുക്ക് കിട്ടിയ ഇതെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോലും ഒരു മൈനസ് വേർഡ്, എന്തിനാ മത്സരിക്കുന്നത്, എന്തിനാ അവിടെ ചേർന്നത്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കാലേക്കൂട്ടി ചെയ്യണമായിരുന്നു. ഒരു കൊല്ലത്തിന് മുമ്പ് അങ്ങ് ഇറങ്ങിയിരുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് കൂടുതലും വന്നത്. എന്നാൽ അവസാന ഘട്ടം ഇന്നൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് സാരമില്ല, ഇത്രയും കാലം ആണെങ്കിൽ പോലും നമുക്ക് വിജയിക്കാനുള്ള വോട്ട് ലഭ്യമായിട്ടുണ്ട്. വിളിച്ചവരെല്ലാം ഇവിടെ നല്ല വോട്ടാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് എന്നും പറഞ്ഞ് വോട്ടുകളുടെ എണ്ണവും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഇപ്പം 2 മുന്നണികളുടെ ഒപ്പം ത്രികോണ മത്സരത്തിലോട്ടായല്ലോ. അപ്പം ചില സ്ഥലത്ത് അല്ല, ഞാനിപ്പോൾ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ അത്രയും വോട്ടുകൾ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു സ്പെഷ്യൽ സ്പേസ് ഇല്ലല്ലോ. അപ്പം വോട്ട് ചോർച്ചകളാണ് നമുക്ക് വോട്ട് ബാങ്ക്. അങ്ങനെ ആ നിലയിലേക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വോട്ടുകൾ നല്ലപോലെ വന്നിട്ടുണ്ട്, വിജയിക്കും. ഏതായാലും ഈ 3 ആഴ്ചയിലധികം വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നു. എങ്കിലും ഇനി വിശ്രമമല്ല, ഇനിയും ഈ സജീവമായിട്ട് തന്നെ പാർട്ടിയിലുണ്ടാവും എന്ന് തന്നെയാണ് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവിധ വിജയപ്രതീക്ഷയോടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.